സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൊമ്പനട ഉണ്ടാക്കാം. അതിനെന്താണ് വേണ്ടത് എന്ന് നോക്കാം. ചിക്കൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് 2 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം എല്ലിൽ നിന്ന് മാറ്റി വെക്കണം. ചിക്കൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. പുട്ടിൻ്റെ പൊടിയോ പാലപ്പത്തിൻ്റെ പൊടിയോ എന്ത് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് 2 കപ്പ് പൊടിയാണ് ഉള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം വെള്ളം തിളപ്പിച്ച് ഒഴിക്കാവുന്നതാണ്. കുറച്ച് ഒഴിച്ച് ഇളക്കിയെടുക്കാം. അടയുണ്ടാക്കുന്ന രൂപത്തിലാണ് പൊടി നനച്ചെടുക്കേണ്ടത്. ഇങ്ങനെ നനച്ചെടുത്ത് ഒരു 10 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് വേവിച്ച് എടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പുതിന ഇലയും മല്ലിയിലയും മുറിച്ചത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ചേർത്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇല കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. നേരത്തെ കുഴച്ച് വെച്ച കുറച്ച് മാവെടുത്ത് ഈ ഇലയിൽ ഒന്ന് പരത്തിയെടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കനിൻ്റെ കൂട്ടെടുത്ത്
ഈ പരത്തിയ അടയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മടക്കി വെച്ച ശേഷം നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. മൂന്ന് ആവി വന്ന ശേഷം കുക്കർ തുറന്നു നോക്കാം. ഇനി അട പുറത്തേക്കെടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചേർത്തെടുക്കാം. ചിക്കൻ ഇഷ്ടമില്ലാത്തവർ പനീർ വെച്ചും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഈ മസാലയൊന്ന് ഇളക്കിയെടുക്കാം. മസാല അടയുടെ പുറത്ത് തേച്ച് കൊടുക്കാം. ഇങ്ങനെ നല്ലതുപോലെ തേച്ച ശേഷം നമുക്ക് ഫ്രൈങ് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അട ഫ്രൈ ചെയ്തെടുക്കാം. ചില സ്ഥലങ്ങളിൽ കൊമ്പനട എന്നാണ് ഇതിനെ പറയാറ്.
ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.